നമസ്കാരം. കേരളത്തിൽ ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ സ്വകാര്യ മേഖലയിലായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ ലഭ്യമായ പ്രധാന ജോലി ഒഴിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കൂടാതെ കേന്ദ്ര സർക്കാർ ജോലി കേരളത്തിൽ യോഗ്യത 10ാം ക്ലാസ് മുതൽ 31,000 ശമ്പളം വാങ്ങാം. അതോടൊപ്പം ലോക്കോ പൈലറ്റ് മുതൽ ഗ്രൂപ്പ് ഡി വരെ അടുത്ത വർഷത്തെ റെയിൽവേ പരീക്ഷാ തീയതികളും ഡീറ്റെയിലായി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അറിയാം. ജോലി അവസരങ്ങൾ മിസ് ചെയ്യാതിരിക്കാനായി ഈ വീഡിയോ പൂർണ്ണമായി കാണൂ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 1. കേരളത്തിൽ സ്വകാര്യ മേഖലകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രധാന ജോലി ഒഴിവുകൾ. ജില്ല തിരിച്ചുള്ള ജോലി ഒഴിവുകൾ ലഭ്യമാണ്. അനുയോജ്യമായ ജോലികൾ തിരഞ്ഞെടുത്ത് അതിൽ നൽകിയിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിലിലോ ബന്ധപ്പെട്ട് ജോലികൾ കരസ്ഥമാക്കുക. 1. മലപ്പുറം ട്രെൻഡി ടെക്സ്റ്റൈൽസ് ബ്രാഞ്ച് മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നീ തസ്തികകളിൽ പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. അപേക്ഷകൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കുക. സൗഹൃദ മോട്ടേഴ്സ് സപ്പോർട്ട് സ്റ്റാഫ്, ക്ലീനിംഗ് സ്റ്റാഫ് എന്നീ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് മൊബൈൽ നമ്പറിലോ ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടുക. മൊബൈൽ നമ്പർ, മെയിൽ ഐ ഡി സ്ക്രീനിൽ കൊടുക്കുന്നു. കോഴിക്കോട് MD പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ തസ്തികകളിൽ MDit, MDsir എന്നീ വിഷയങ്ങളിൽ അധ്യാപകരെ ആവശ്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൊല്ലം TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇംഗ്ലീഷ്, കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, ഹിന്ദി, അറബിക്, മലയാളം, എക്കണോമിക്സ്, കൊമേഴ്സ് എന്നീ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ലെക്ചറർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ശബരിഗിരി ഹോസ്പിറ്റൽ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ, RMO, ഫിസിയോതെറാപ്പിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് എന്നീ ഒഴിവുകളുണ്ട്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടുക. ആലപ്പുഴ അമൃത വിദ്യാലയം ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, സയൻസ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ BEd, MSc, MA യോഗ്യതയുള്ള ടീച്ചർമാരെ ആവശ്യമുണ്ട്. ബയോഡാറ്റ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിലാസത്തിലേക്ക് അയയ്ക്കുക. പത്തനംതിട്ട ശ്രീ അയ്യപ്പ ഹോസ്പിറ്റൽ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ, ഫിസിഷ്യൻ, ഓർത്തോപീഡിക് സർജൻ, അനസ്തേഷ്യോളജിസ്റ്റ്, ENT സർജൻ, ജനറൽ സർജൻ എന്നീ തസ്തികകളിൽ ഡോക്ടർമാരെ നിയമിക്കുന്നു. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടുക. തൃശൂർ കൊന 2 അല്ലെങ്കിൽ 3 വർഷത്തെ പരിചയം, ലൈസൻസ്, മികച്ച ആശയവിനിമയ ശേഷി എന്നിവയുള്ള സെയിൽസ് സൂപ്പർവൈസർ, ഫീൽഡ് സൂപ്പർവൈസർ, അക്കൗണ്ടന്റ് ഒഴിവുകളുണ്ട്. അപേക്ഷകൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മെയിൽ വിലാസത്തിൽ അയക്കുകയോ നേരിട്ട് സമർപ്പിക്കുകയോ ചെയ്യുക. നിർമ്മാൺ ഡിസൈനേഴ്സ് 3 വർഷത്തെ പരിചയം, കമ്പ്യൂട്ടർ പരിജ്ഞാനം, മികച്ച ആശയവിനിമയ ശേഷി എന്നിവയുള്ള അസിസ്റ്റന്റ് മാനേജർ, ഓഫീസ് സ്റ്റാഫ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. കവലക്കാട് ബിരുദം, ഡിപ്ലോമയും 1 അല്ലെങ്കിൽ 2 വർഷത്തെ പരിചയവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള സ്റ്റോർ മാനേജർ, എക്സിക്യൂട്ടീവ്, അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ, എക്സിക്യൂട്ടീവ്, സെയിൽസ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലോ ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടുക. മെട്രോ ഹോസ്പിറ്റൽ BSc, GNM യോഗ്യതയുള്ളതും 2 വർഷത്തെ പരിചയമുള്ള സ്റ്റാഫ് നഴ്സ്, സ്ത്രീ പുരുഷന്മാർ ഒഴിവുകളുണ്ട്. ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം സ്ക്രീനിൽ കൊടുക്കുന്നു. ആയുഷ് ഹോസ്പിറ്റൽ ഫിസിയോതെറാപ്പിസ്റ്റ്, റിസപ്ഷനിസ്റ്റ് സ്ത്രീ, ഫാർമസിസ്റ്റ് സ്ത്രീ, നേഴ്സ് സ്ത്രീ, അസിസ്റ്റന്റ് സ്ത്രീ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലോ ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടുക. എറണാകുളം ശിവാസ് ഹോംസ് പ്രോജക്റ്റ് മാനേജർ, ക്വാളിറ്റി കൺട്രോളർ എന്നീ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. പ്രിന്റിംഗ് പ്രസ് 5 വർഷത്തെ പരിചയമുള്ള സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്, പ്രൂഫ് റീഡർ എന്നീ ഒഴിവുകളുണ്ട്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലോ ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടുക. ഫവൻസ് വിദ്യാമന്ദിർ ടീച്ചർ
MSc B.Ed നഴ്സറി ടീച്ചർ ലാബ് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. മലയാളം, കമ്പ്യൂട്ടർ, ഫിസിക്സ് എന്നീ വിഷയങ്ങളിലാണ് ടീച്ചർമാരെ ആവശ്യം. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൊച്ചിൻ ഷിപ്പിംഗ് കൺസ്ട്രക്ഷൻ അസിസ്റ്റന്റ് പ്രോജക്ട് മാനേജർ, സ്റ്റോർ അസിസ്റ്റന്റ് കം സൂപ്പർവൈസർ, ഓഫീസ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്ക് പരിചയസമ്പന്നരെ ആവശ്യമുണ്ട്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കോട്ടയം ഗ്രീൻ ടെക് എന്റർപ്രൈസസ് 2 അല്ലെങ്കിൽ 3 വർഷത്തെ പരിചയമുള്ള അക്കൗണ്ടന്റ് സ്ത്രീ പുരുഷൻ, സെയിൽസ് എക്സിക്യൂട്ടീവ് പുരുഷൻ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ സ്ത്രീ എന്നീ ഒഴിവുകളുണ്ട്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിലോ ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടുക. സംഹാർ കെമിക്കൽസ് 10 അല്ലെങ്കിൽ 15 വർഷത്തെ പരിചയമുള്ള കെമിസ്റ്റ് കം ക്വാളിറ്റി കൺട്രോളർ പുരുഷൻ, സ്റ്റോർ ഇൻചാർജ് പുരുഷൻ എന്നീ ഒഴിവുകളിലേക്ക് MSc കെമിസ്ട്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ബയോഡാറ്റ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മെയിൽ വിലാസത്തിൽ അയയ്ക്കുക. തിരുവനന്തപുരം പനച്ചാമൂട്ടിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് തസ്തികയിൽ 3 ഒഴിവുകളുണ്ട്. മികച്ച ശമ്പളം, ഇൻസെൻറ്റീവ്, ESI, EPF എന്നീ ലഭിക്കും. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ മെയിൽ വിലാസത്തിലോ ബന്ധപ്പെടുക. ഹോട്ടൽ റെസിഡൻസി, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, റൂം സർവീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ എന്നീ ഒഴിവുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലോ ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടുക. അടുത്തത് കൊച്ചി എറണാകുളത്തെ മെറൈൻ ഡ്രൈവിലെ ഇപിക് ഷോറൂമിലേക്ക് ജോലിക്കായി ആളുകളെ തേടുന്നു. എറണാകുളത്ത് നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന നൽകും. തസ്തിക ബിസിനസ് മാനേജർ, ആവശ്യമായ പ്രവൃത്തി പരിചയം 5 അല്ലെങ്കിൽ 7 വർഷത്തെ റിട്ടെയിൽ സ്റ്റോർ ഓപ്പറേഷൻസിലും മാനേജ്മെന്റിലും. കാറ്റഗറി ബിസിനസ് മാനേജർ, ആവശ്യമായ പ്രവൃത്തി പരിചയം 3 അല്ലെങ്കിൽ 4 വർഷത്തെ മൊബൈൽ അക്സസറീസ്, ഹോം അപ്ലയൻസ്, ലാപ്ടോപ്പ് സെയിൽസിലും ടീം ഹാൻഡിലിംഗിലും പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അസിസ്റ്റന്റ് കാറ്റഗറി ബിസിനസ് മാനേജർ, ആവശ്യമായ പ്രവൃത്തി പരിചയം 1 വർഷത്തെ ബില്ലിംഗ് പരിചയം. PRO പബ്ലിക് റിലേഷൻസ് ഓഫീസർ, പ്രവൃത്തി പരിചയം 2 അല്ലെങ്കിൽ 3 വർഷത്തെ റിട്ടെയിൽ മേഖലയിലെ പരിചയം. ഷോറൂം സെയിൽസ്, ആവശ്യമായ പ്രവൃത്തി പരിചയം, മൊബൈൽ, ലാപ്ടോപ്പ് അക്സസറീസ്, ഹോം അപ്ലയൻസ്, ക്രോക്കറി സെയിൽസിൽ കുറഞ്ഞത് 1 വർഷത്തെ പരിചയം. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം. തസ്തിക കസ്റ്റമർ റിലേറ്റ് എക്സിക്യൂട്ടീവ്, പ്രവൃത്തി പരിചയം 2 വർഷത്തെ വെൽക്കം ഗേൾ, റിസപ്ഷനിസ്റ്റ്, ടെലികോളിംഗ് പരിചയം. കസ്റ്റമർ സർവീസ് ടെലികോളർ, ആവശ്യമായ പ്രവൃത്തി പരിചയം 2 വർഷത്തെ സർവീസ് ആൻഡ് ടെലികോളിംഗ് പരിചയം. സർവീസ് എഞ്ചിനീയർ, ആവശ്യമായ പ്രവൃത്തി പരിചയം 2 അല്ലെങ്കിൽ 4 വർഷത്തെ മൊബൈൽ, ഹോം അപ്ലയൻസ് റിപ്പയർ ആൻഡ് സർവീസിൽ പരിചയം. അപേക്ഷിക്കേണ്ട വിധം CV ഷെയർ ചെയ്യാനുള്ള നമ്പറുകൾ സ്ക്രീനിൽ കൊടുക്കുന്നു. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാനും അപേക്ഷിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തത് കേന്ദ്ര സർക്കാർ ജോലി കേരളത്തിൽ. യോഗ്യത 10ാം ക്ലാസ് മുതൽ 31,000 ശമ്പളം വാങ്ങാം. കേന്ദ്ര സർക്കാരിന് കീഴിൽ പാലക്കാട് പ്രവർത്തിക്കുന്ന ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി നേടാൻ അവസരം. വിവിധ തസ്തികളിലായി ആകെ 61 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുക. താൽപ്പര്യമുള്ളവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകണം. തസ്തികയും ഒഴിവുകളും: കേന്ദ്ര സർക്കാർ ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനി എഞ്ചിനീയർ, പ്രോജക്ട് സ്റ്റാഫ് ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, അപ്രന്റീസ് റിക്രൂട്ട്മെന്റ്. ആകെ ഒഴിവുകൾ 61. ട്രെയിനി എഞ്ചിനീയർ 25 ഒഴിവ്, പ്രോജക്ട് സ്റ്റാഫ് ടെക്നീഷ്യൻ 12 ഒഴിവ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ 10 ഒഴിവ്, അപ്രന്റീസ് 14 ഒഴിവ്. പ്രായപരിധി: ട്രെയിനി എഞ്ചിനീയർ 30 വയസ്സ് കവിയരുത്, പ്രോജക്ട് സ്റ്റാഫ് ടെക്നീഷ്യൻ 25 വയസ്സ് കവിയരുത്, അസിസ്റ്റന്റ് എഞ്ചിനീയർ അപ്രന്റീസ് 18 മുതൽ 26 വയസ്സ് വരെ. യോഗ്യത: ട്രെയിനി എഞ്ചിനീയർ, അംഗീകൃത യൂണിവേഴ്സിറ്റി കീഴിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളിൽ ഒന്നിൽ നേടിയ BE അല്ലെങ്കിൽ BTech. പ്രോജക്ട് സ്റ്റാഫ് ടെക്നീഷ്യൻ യോഗ്യത: അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ITI ഡിപ്ലോമ കൂടാതെ എക്സ്പീരിയൻസും. അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം, പ്രവൃത്തി പരിചയം നിർബന്ധം. അപ്രന്റീസ് യോഗ്യത: പോളിടെക്നിക് ഡിപ്ലോമ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ITI സർട്ടിഫിക്കറ്റ്, ഫിറ്റർ, വെൽഡർ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, പെയിന്റർ അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ. ശമ്പളം: ട്രെയിനി എഞ്ചിനീയർ 28,000, പ്രോജക്ട് സ്റ്റാഫ് ടെക്നീഷ്യൻ 17,500 മുതൽ 19,500 വരെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ 23,000 മുതൽ 31,000 വരെ, അപ്രന്റീസ് 9,500, ഡിപ്ലോമ അപ്രന്റീസ് ഒഴികെയുള്ളവർക്ക് 12,300, BTech അപ്രന്റീസ്. അപേക്ഷിക്കേണ്ട വിധം: താൽപ്പര്യമുള്ളവർ FCRI വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം കരിയർ പേജിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുക. കൃത്യമായി പൂരിപ്പിച്ച് ഒപ്പിടുക. ശേഷം യോഗ്യതാ രേഖകൾ
10ാം ക്ലാസ്, ഡിഗ്രി, ഡിപ്ലോമ, ജാതി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സ്വയം സാക്ഷ്യപ്പെടുത്തി സ്കാൻ ചെയ്ത് ഒറ്റ PDF ഫയലാക്കി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിലാസത്തിലേക്ക് ഇമെയിൽ ചെയ്യുക. സംശയങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇമെയിൽ ID, വിജ്ഞാപന ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ലോക്കോ പൈലറ്റ് മുതൽ ഗ്രൂപ്പ് D വരെ അടുത്ത വർഷത്തെ റെയിൽവേ പരീക്ഷാ തീയതികൾ. RRB നടത്താനിരിക്കുന്ന വിവിധ റിക്രൂട്ട്മെന്റ് പരീക്ഷകളുടെ തീയതികൾ പുറത്ത്. ഇതോടെ RRB പരീക്ഷയ്ക്കായി ഉദ്യോഗാർത്ഥികൾക്ക് തയ്യാറാകാൻ കൃത്യമായ സമയം ലഭിക്കും. വിശദമായ വിവരങ്ങൾ പരിശോധിക്കാൻ ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ RRB 2026 നടത്താനിരിക്കുന്ന വിവിധ റിക്രൂട്ട്മെന്റ് പരീക്ഷയുടെ തീയതികൾ പുറത്ത്. ഇതോടെ RRB പരീക്ഷയ്ക്കായി ഉദ്യോഗാർത്ഥികൾക്ക് തയ്യാറാകാൻ കൃത്യമായ സമയം ലഭിക്കും. എല്ലാ സോണൽ റെയിൽവേകളും പ്രൊഡക്ഷൻ യൂണിറ്റുകളും അവരുടെ ഒഴിവുകൾ ഓൺലൈൻ ഇൻ്റഗ്രേറ്റഡ് റെയിൽവേ മാനേജ്മെൻറ്റ് സിസ്റ്റം വഴി നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തസ്തികകളും പരീക്ഷാ തീയതിയും. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഫെബ്രുവരി, ടെക്നീഷ്യൻ മാർച്ച്, സെഷൻ കൺട്രോളർ ഏപ്രിൽ, പാരാമെഡിക്കൽ വിഭാഗങ്ങൾ ജൂലൈ, ജൂനിയർ എഞ്ചിനീയർ JE ആൻഡ് ബന്ധപ്പെട്ട ടെക്നിക്കൽ തസ്തികകൾ ജൂലൈ, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ND, PC, ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് ഓഗസ്റ്റ്, മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് വിഭാഗങ്ങൾ സെപ്റ്റംബർ, ഗ്രൂപ്പ് D ലെവൽ 1 ഒക്ടോബർ. ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് സന്ദർശിക്കുക. ഹോം പേജിൽ അറിയിപ്പുകൾ എന്ന വിഭാഗം തിരഞ്ഞെടുക്കുക. RRB പരീക്ഷാ കലണ്ടർ 2026 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അറിയിപ്പിൻ്റെ PDF സ്ക്രീനിൽ കാണാം. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.